അങ്ങ് പഞ്ചാബിൽ നിന്ന് 4 വലിയ പെട്ടി വന്നിട്ടുണ്ട്. നമുക്കത് അൺബോക്സ് ചെയ്ത് നോക്കാം. ഏത് പെട്ടിനുള്ളിൽ എന്ത് സാധനങ്ങളൊക്കെയാണെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഇതിൻ്റെ ഉള്ളിലത്തെ സാധനത്തിന്റെ അവസ്ഥ എന്താണെന്നുള്ള അറിയാനുള്ള നല്ല ആകാംക്ഷയുണ്ട്. ആപ്പിളിന്റെ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യുന്ന പോലെ. ആപ്പിളിലെ കമ്പ്യൂട്ടർ ഇങ്ങനെ എക്സാമ്പിളായിട്ടൊന്നും വെച്ച് തുറക്കണ്ട, അവരുടെ പാക്കിങ് തന്നെ അങ്ങനത്തെ ആയിരിക്കും. പിന്നെ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു പ്രീമിയം പാക്കിംഗ്. അങ്ങനെ മാക്കിന്റെ പെട്ടി അൺബോക്സ് ചെയ്യാന്ന് മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഞാൻ ഈ പെട്ടി പൊട്ടിക്കുകയാണ്. ഇത് 2 ആഴ്ച എടുത്ത് ഇന്ത്യയുടെ ഓൾമോസ്റ്റ് എല്ലാ ടെറൈൻസിലൂടെയും ട്രാവൽ ചെയ്ത് വന്ന പെട്ടിയാണ്. ഇത്രയൊക്കെ ആണെങ്കിലും പുറമേ കാണാൻ വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം വേറൊന്നുമല്ല, ഞാനും എന്റെ ഫ്രണ്ട്സും നടത്തിയ കഠിനാധ്വാനം. പാക്കിങ് അത്രയും പ്രൊഫഷണൽ ആയിട്ടാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. ബാക്കി ഉള്ളതിനൊന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ സ്റ്റഡി ടേബിൾ ഞാൻ ഇതിൽ കയറ്റി വെച്ചിട്ടുണ്ട്. അത് കേരാൻ പാകത്തിലുള്ള പെട്ടി ഇട്ടാൻ തന്നെ കുറെ കഷ്ടപ്പെട്ടിരുന്നു. പാക്ക് ചെയ്യുന്ന ഓരോ സ്റ്റെപ്പിലും ഞാൻ ഈ വീട്ടിലെത്തി പെട്ടി പൊട്ടിച്ച് നോക്കുമ്പോൾ ടേബിൾ ഇങ്ങനെ നടുവെന്ന് പൊട്ടിക്കിടക്കുന്നതായിട്ടൊക്കെ ഇമാജിൻ ചെയ്തുകൊണ്ടാണ് പാക്ക് ചെയ്തത്. ബട്ട് ഒരു പ്രശ്നമില്ല, അത് എല്ലാ സാധനങ്ങളും സേഫ് ആയിട്ട് എത്തി. പിന്നെ ആ പറഞ്ഞ സ്റ്റഡി ടേബിൾ, അതായത് കട്ടിൽ വെച്ച് ഭക്ഷണം കഴിക്കാനും പഠിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ടേബിൾ. പിന്നെ ഞാൻ വിചാരിച്ച പോലെ ഒരു പ്രശ്നവും പറ്റിയിട്ടില്ല. സൈഡിൽ ഒരു ചെറിയ ചതവ്, അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ എന്റെ സ്വന്തം കൈകൾ കൊണ്ട് രാജസ്ഥാനിൽ ഉണ്ടാക്കി പോട്ടിന്റെ ഒരു ചെറിയ ഭാഗം പൊട്ടിപ്പോയി. അപ്പൊ ഇന്നത്തേക്ക് എത്രയേ ഉള്ളൂ. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.